നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരുടെ കയ്യിലും ടൊയോട്ട ഹൈറൈഡറിന്റെ ബേസ് വേരിയന്റ് കയ്യിലുണ്ട്. അവർ കുറച്ച് ആക്സറീസ് ആഡ് ചെയ്യണം, അതിന് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എന്തൊക്കെ ഐറ്റംസ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ടൊയോട്ട ഹൈറൈഡറിന്റെ ബേസ് വേരിയന്റ് ഒരു മോഡലാണ്. നമ്മുടെ സുഹൃത്തിന്റെ ഒരു വണ്ടിയാണ്. അവരിപ്പോൾ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു മാസം ആവുന്നുള്ളൂ. അതിലിപ്പോൾ 1,00,000-ഓളം ആക്സറീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആക്സറീസ് എന്തൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ക്രോം ഐറ്റംസ് ആണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഒരു പാക്ക് ടൈപ്പ് ആണ് വരുന്നത്. പിന്നെ ഒരു ഡുവൽ ടോൺ ഫിനിഷിൽ വരുന്ന അലോ വീൽസ് വരുന്നുണ്ട്. അതിന് ഏകദേശം 42 എന്താണ് കോസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ ആഡ് ചെയ്തിരിക്കുന്ന മ്യൂസിക് സിസ്റ്റം ആണ്. 9 ഇഞ്ചിന്റെയാണ് സിസ്റ്റം വരുന്നത്. അതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി എല്ലാം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് വണ്ടിയിൽ ഫ്രണ്ടിൽ സ്പീക്കർ വരുന്നുണ്ട്. ആ സ്പീക്കറിന്റെ ബാക്കിലേക്ക് മാറ്റിയിട്ട് ഫ്രണ്ടിൽ പുതിയ 2 കമ്പോണന്റ് സ്പീക്കറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. വിത്ത് ട്വീറ്റർ ഉള്ളത്, അതും JBL കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റ് കവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ മാച്ച് ആവുന്ന രീതിയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റോക്ക് മോഡൽ വരുന്നതിന്റെ ഹാലോജൻ ടൈപ്പാണ് ഇതിന്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. അതിനെ 4,500 കോസ്റ്റ് മുടക്കിയിട്ട് അതിന് LED ആക്കിയിട്ടുണ്ട്. അത് ഡുവൽ ഫംഗ്ഷൻ ആയിട്ടുള്ള LED ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് റൂഫ് റെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഫംഗ്ഷണൽ ടൈപ്പ് അല്ല, ജസ്റ്റ് ഒരു ഷോക്ക് ഉള്ളതാണ്. അതുപോലെ തന്നെ പാർസൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്തരം ഫീച്ചേഴ്സ് ആണ് ആക്ച്വലി ഇവൻ ഈ വാഹനത്തിൽ ആഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകദേശം ഒരു മിഡ് വേരിയന്റ് ആ ഒരു ടൈപ്പ് രൂപത്തിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം.